ഇത്രയും കാലത്ത് രവീന്ദ്ര മാഷ് ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്നു പോകുമ്പോഴേ എന്താണ് ചേച്ചി ഇപ്പം സാമ്പത്തികം മാറ്റി നിർത്തിയാൽ മറ്റെന്ത് കാര്യത്തിലാ ബുദ്ധിമുട്ട്? വാസ്തവത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇല്ല, മാഷില്ലാത്ത ബുദ്ധിമുട്ടേ ഉള്ളൂ. ഓക്കെ. ഞാൻ ഈ പറഞ്ഞ എല്ലാരും പറഞ്ഞ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും നമ്മള് ഒരു വേർപാട് സഹജമാണ്, നാച്ചുറലാണ്. എല്ലായിടത്തും ആരോ ഒരാളെ പോയല്ലേ പറ്റുള്ളൂ. ആരെങ്കിലും ഒരാൾ പോകും, ഒരാൾ ഒറ്റപ്പെടും. ആ ഒറ്റപ്പെടൽ എങ്ങനെ ജീവിക്കണമെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച വഴിയാണ് സ്പിരിച്വാലിറ്റി. ഞാൻ സ്പിരിച്വലിന്റെ വഴിക്കേക്കാണ് പോയത്. പക്ഷെ 2005 പോയി, ഞാൻ 2007 തൊട്ട് സ്പിരിച്വൽ ലൈനാണ്. അതിലൂടെ ചേച്ചിക്ക് ഒരു മെന്റൽ റിലീഫ് ഉണ്ട്. വളരെ അതിലൂടെ കിട്ടുള്ളൂ മെന്റൽ റിലീഫ്. അതിലൂടെ തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ സ്വസ്ഥമായിട്ട് വളരെ ടെൻഷൻ ഫ്രീ, ഇത് കേൾക്കുന്നുണ്ടല്ലോ. അതെ, ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം ജീവിതത്തിന്റെ അവസാനമല്ല. ഞാൻ എല്ലാവരും പറയുന്നതാണ്, നമ്മൾ ഒറ്റയ്ക്കല്ലേ ജനിച്ചു വന്നത്, ഇടയിൽ വന്ന് കൂടിയ ആളല്ലേ, ഇടയിൽ വിട്ടിട്ട് പോയി, പിന്നെ നമ്മൾ ഒറ്റയ്ക്കായി. തുടരുക യാത്ര അല്ലേ, മാർഗമില്ല. ഇപ്പൊ എത്ര സ്നേഹമുള്ള ഹസ്ബൻഡിന്റെ കൂടെ ഭാര്യ മരിക്കാറുണ്ടോ? ഭർത്താവിന് എനിക്ക് അത്ര സ്നേഹമായിരുന്നു പറഞ്ഞ് ഭർത്താവ് മരിച്ചതിന്റെ കൂടെ ആരെങ്കിലും മരിക്കാറുണ്ടോ? ആരും ചേർക്കാറില്ല. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും മരിക്കാറില്ല. സ്നേഹമായിരിക്കും, വളരെ വലിയ സ്നേഹമായിരിക്കും. അപ്പൊ പിന്നെ ഇവർക്ക് ജീവിതം കിടക്കുകയല്ലേ. ജീവിതം, എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞൊരു വാക്കാണ്, സ്വയം ഭാരമാകാതെ, മറ്റുള്ളവർക്ക് ഭാരമാകാതെ, ആർക്കെങ്കിലും 10 പേർക്കെങ്കിലും ഗുണപ്രദമായിട്ട് ജീവിക്കുക. അതാണ് ജീവിതം. ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.